റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ കുട്ടികളുടെ പഠനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രതിസന്ധികളാണ് പലരും നേരിടുന്നത്. അപ്പോൾ അതാണ്, അതിനെയൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മളെ അത്രയും ടച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കുട്ടികളുടെ, അതായത് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഭൂരിഭാഗം ആൾക്കാർ, ഒരു 90% ആൾക്കാരും ആ ഒരു ഇന്നർ ചൈൽഡ് ട്രോമ എന്ന് പറയുന്ന സംഭവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതായത് ഒരു 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കാലഘട്ടത്തിൽ കുട്ടികളാണല്ലോ, കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം മതി അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കാൻ. അപ്പോൾ ആ വിഷമം അവർ വലുതാവും തോറും അവരുടെ കൂടെ വലുതായിക്കൊണ്ടിരിക്കുക ചെയ്യാം. അവർ വലുതായി കഴിയുമ്പോൾ, ഇപ്പോൾ ചെറുപ്പത്തിലൊരു ലോൺലിനെസ്, ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു കുട്ടിക്ക് ആ ഒരു ഇന്നർ ചൈൽഡ് അപ്പോഴും ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ടാവും. അയാളത് വലുതായി കഴിയുമ്പോഴും, അയാൾ ഒരു വലിയ വയസ്സായ ആളാകുമ്പോഴും അയാളുടെ ഉള്ളിൽ ആ ഒരു ഏകാന്തത ഉണ്ടാവും. അപ്പോൾ അതിന് അവിടെ പോയി ഹീൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുള്ളൂ. അപ്പം ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഏരിയയാണിത്. അതായത് നമ്മൾ സ്കൂളിൽ കുട്ടികളൊക്കെ വിട്ട് പഠിപ്പിക്കുകയാണെങ്കിലും എന്തൊക്കെ ഇൻസിഡൻറ്റ് കൊണ്ട് എന്തൊക്കെ ട്രോമകൾ അവരുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് ആരും ചിന്തിക്കുന്നുമില്ല, ആരും അറിയുന്നുമില്ല. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമേ അല്ല അത്. ഇവൻ കൗൺസിലിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ ആ ഒരു വ്യൂവിൽ ചിന്തിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ട് സൊല്യൂഷൻ നമ്മൾ കൊടുക്കാറില്ല. അങ്ങനെ ഒരു പ്രോബ്ലം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സ്റ്റേണൽ ആയിട്ടുള്ള പഠിത്തം എത്ര സ്റ്റഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാവില്ല. കാരണം ആ പേഴ്സൺ എന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന ആ വോൺസ്, ആ ഒരു മുറിവുകൾ മാറാതെ അവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ബാധിക്കും, പേഴ്സണാലിറ്റിയെ ബാധിക്കും, ചുറ്റുമുള്ള ആൾക്കാരെയും ബാധിക്കും. ഒരു ഹീൽ ചെയ്യുന്ന സമയത്ത്, അതായത് ആൾക്കൊരു ഒറ്റപ്പെടലാണ്, ഒരാൾ വലിയ ആളാണ്, 62 വയസ്സുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു ഒറ്റപ്പെടൽ എപ്പോഴും ഉണ്ട്. എല്ലാവരും ഉണ്ട്, ചുറ്റുമുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു ഒറ്റപ്പെടൽ എന്താണെന്നറിയാത്തൊരു കാരണം. അപ്പോൾ നമ്മൾ ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ഒരു ഏജിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അയാളെ ആ ഒരു ഏജിലേക്ക്, ഒരു 4 വയസ്സുകാരനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ അയാൾ പറയും, എനിക്ക് 4 വയസ്സാണെന്ന് പറയും. ഞാൻ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണുന്നു, അമ്മയെ കാണുന്നു, ചിലപ്പോൾ ആരെയും കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നീ എവിടെയാണെന്ന് ചോദിക്കുക പറയും, ഞാൻ പുറത്ത് നിൽക്കുകയെന്ന് പറയും. ചിലപ്പോൾ എന്താ കാണുന്നത്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് പറയും. അപ്പോൾ എന്താ വിഷമം, എനിക്ക് ആരുമില്ല എന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു കാരണം കൊണ്ട്, ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ ആളോട്, മുതിർന്ന ആളുണ്ടല്ലോ, അയാളാണത് കാണുന്നത്, മുതിർന്ന ആളോട് പറയുകയാണ്, ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുക, ചേർത്ത് പിടിക്കുക, എന്നിട്ട് പറയാം, നിനക്ക് ഞാനുണ്ട്, നിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി കരയും, ഈ ആളും കരയും, ആ ഹിപ്നോട്ടിക് സ്റ്റേജിലിരിക്കുന്ന ആൾ കരയും. കരഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം വരും നമ്മൾ കാണും. അതവിടെ ഹീൽ ചെയ്യപ്പെടുകയാണ്. ആ കുട്ടി, അയാളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടി ഹീൽ ചെയ്യപ്പെടുകയാണ്. അത് കഴിയുമ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞ ഫീലിംഗ് പിന്നെ ഇല്ല, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അയാൾ മുക്തനായി. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ട്രോമ എല്ലാവരിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരിലും ഉണ്ടാവും അത്.